അൻവറിൻ്റെതായി ഫേസ്ബുക്ക് പോസ്റ്റായി വന്നിരിക്കുന്നത് നയവിശദീകരണ യോഗം മാറ്റിവെച്ചതായി ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അത് തെറ്റാണ്. നാളെ മഞ്ചേരിയിൽ നടക്കും എന്നാണ് അൻവർ ഓഡിയോ സന്ദേശത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവിടെ ആൾ കുറയ്ക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് കൂടി അൻവർ പറയുകയാണ്. വി എസ് രഞ്ജിത്ത് കൂടിയുണ്ട് കോഴിക്കോട് നിന്ന് വിശകലനം നടത്താനായി. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ അൻവറിൻ്റെ പെട്ടെന്നുള്ള നീക്കം, അപ്രതീക്ഷിത നീക്കം എന്ന് വേണമെങ്കിൽ ഈ നീക്കത്തെ വിലയിരുത്താം. CPM-ന് ഇനി തിരിച്ച് ഒരു ആയുധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയോ അൻവർ? ആ രീതിയിലാണോ കാണേണ്ടത്? കാരണം അൻവറിനെ വർഗീയവാദികളുടെ കൂടെ നിൽക്കുന്നു എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ച് അങ്ങനെ പൂർണ്ണമായും തള്ളുന്ന രൂപത്തിലാണ് പറഞ്ഞത്. മാത്രമല്ല, സ്വർണ്ണ കള്ളക്കടത്തുകാരൻ എന്ന രൂപത്തിൽ ഇന്നലെ കൂടി പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുന്നുണ്ടായി. അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉന്നയിച്ചതിന് മുന്നണിയിൽ നിന്ന് പോകേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യം, അതുകൂടാതെ CPM നേതാക്കൾ പറയുന്നതിന് തിരിച്ചുള്ള ശക്തമായ ചുട്ട മറുപടി എന്ന നിലയ്ക്ക് ഈ DMK സഖ്യത്തെ കാണാനാകുമോ? സുമതി, ഒരു വെടിക്ക് 3 പക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രാഷ്ട്രീയ നിലനിൽപ്പ് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനേക്കാൾ നല്ലത് DMK പോലുള്ള വളരെ സേഫായ, ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ള, തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു പാർട്ടിക്കൊപ്പം നിൽക്കുക എന്നുള്ളത് അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിലനിൽപ്പായി തന്നെ കണക്കാക്കാം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഒരു മുന്നണി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിന് ഇനി അൻവറിന് മറ്റൊന്നിനും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം UDF-ൻ്റെ ഭാഗമാവാൻ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള DMK ഇവിടെ UDF-ൻ്റെ ഭാഗമാവുന്നതിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മലബാർ രാഷ്ട്രീയത്തിൽ അൻവറിനുള്ള സ്വാധീനം ഈ മുന്നണി ബന്ധത്തിന് ആക്കം കൂട്ടുകയും ചെയ്യും. മൂന്നാമത്തെ എന്ന് പറയുന്നത്, DMK സംബന്ധിച്ചിടത്തോളം അവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലേക്ക് കൂടി, തമിഴ്നാട്ടിന് പുറത്ത് വിപുലമായി രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ടാവണം എന്ന് DMK-യും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 നേട്ടങ്ങൾ ഒരേ സമയത്ത് ഒരേ നീക്കത്തിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അൻവറിന് മലബാർ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇടതുമുന്നണി മലബാറിൽ എങ്ങനെയാണോ സ്വാധീനം ഉറപ്പിച്ചത്, ഇടതുമുന്നണി സ്വതന്ത്രന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു CPM-ന് പുറത്തുള്ള എന്നാൽ ലീഗ് വിമുഖരായിട്ടുള്ള വോട്ട് ബാങ്കുകൾ എങ്ങനെയാണോ സമാഹരിച്ചത്, ആ സമാഹരിച്ച വിധത്തിൽ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ അൻവർ വലിയ സ്വാധീനമുള്ള ഒരു നേതാവായി വളർന്നിട്ടുണ്ട്. അങ്ങനെ സ്വാധീനമുള്ള നേതാവിന് സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വളർന്നു വരികയും സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാക്കി വരികയും ചെയ്യുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പം DMK എന്ന് പറയുന്ന തെന്നിന്ത്യയിൽ വളരെ പ്രസക്തമായിട്ടുള്ള, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള, തമിഴ്നാട് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ്, ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, അത് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കും. മുന്നണി ബന്ധത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ UDF വിമുഖത കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ DMK-യുടെ ഭാഗമായിട്ടൊരു നേതാവിനെ മുന്നണിയിലേക്ക് എടുക്കുന്നത് അവർക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. ആ ആശയക്കുഴപ്പം അവിടെ തീരും. അതുകൊണ്ട് തന്നെ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലേക്ക് വരുന്നു എന്നതിനേക്കാൾ കൂടുതൽ മലബാർ രാഷ്ട്രീയത്തിൽ PV അൻവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലകൊള്ളാൻ പോകുന്നു എന്നുള്ളതാണ്. മലബാറിൽ അത് തിരിച്ചടിയാവാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇടതുമുന്നണിക്കായിരിക്കും. കാരണം ഇടതുമുന്നണി ഇക്കാലം അത്രയും പയറ്റിയ ഒരു രാഷ്ട്രീയ നയമായിരിക്കും മലബാറിൽ, മലപ്പുറത്ത് PV അൻവർ പയറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം, മലബാറിൽ CPM-ൻ്റെ സംഘടനാ സംവിധാനം മാത്രം വെച്ചുകൊണ്ട് ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. CPM പല കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരുന്നത് സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ നേതാക്കന്മാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മലബാറിൽ സ്വാധീനം ഉണ്ടാക്കാനാണ്. അത് നിലമ്പൂരിൽ PV അൻവർ ആണെങ്കിലും, താനൂരിൽ V അബ്ദുറഹ്മാൻ ആണെങ്കിലും, തവനൂരിൽ KT ജലീലാണെങ്കിലും, പിന്നീട് നേരത്തെയൊക്കെ TK ഹംസയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നൊക്കെ അറിയാം. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തി CPM മലബാറിൽ, മലപ്പുറത്ത് ഒരു നിലനിൽപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതേ രാഷ്ട്രീയം പയറ്റി CPM-ന് ചെക്ക് വെക്കുകയാണ് PV അൻവർ. PV അൻവറിനോടൊപ്പം ഉണ്ടാക്കാൻ പോകുന്ന അണികൾ എന്ന് പറയുന്നത് ലീഗിനോട് അടുപ്പമില്ലാത്ത ലെഫ്റ്റ് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സമൂഹമായിരിക്കും PV അൻവറിനൊപ്പം ഉണ്ടായിരിക്കുക. സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായമായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കാന്തപുരത്തിൻ്റെയും EK വിഭാഗത്തിൻ്റെയും ഒക്കെ എതിർപ്പുകൾ മുഖ്യമന്ത്രിക്കെതിരെ, CPM-നെതിരെ വരുമ്പോൾ ആ എതിർപ്പുകളെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ PV അൻവർ ശ്രമിച്ചാൽ അതും ഒരു രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള ആക്കം കൂട്ടലായി മാറുകയും ചെയ്യും. ഏതായാലും നാളെ രാഷ്ട്രീയ നയരേഖ പ്രഖ്യാപിക്കുമ്പോൾ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തുമ്പോൾ DMK ആണ് PV അൻവറിൻ്റെ ഓപ്ഷനെങ്കിൽ അത് മലബാറിൽ, കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ നീക്കമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്.